ഹൈദരാബാദിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് സലാർ ജംഗ് മ്യൂസിയം. സഞ്ചാരികളുടെ കുത്തൊഴുക്ക് രാവിലെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇടികൂടിയാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയത്. അവിടെ ടിക്കറ്റ് എടുത്ത് കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ഞങ്ങളെ അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത്. എന്താണ് ഇത്രമാത്രം ഇതിനകത്ത് കമന്ന് കിടക്കാനുള്ളതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിശയിച്ചു പോയി. തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള വിഗ്രഹങ്ങളാണ്. ചെറുതും വലുതുമായ പഞ്ചലോഹ നിർമ്മിതമായ അല്ലെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ലോഹങ്ങളാൽ നിർമ്മിതമായ വിഗ്രഹങ്ങൾ. അവിടെ നിന്നും കാഴ്ചകൾ തുടങ്ങുകയായി. സഞ്ചാരികൾ തിക്കും തിരക്കും കൂട്ടി ഓരോന്നും കാണുന്നു. ചിലരുടെ കൂടെ എല്ലാം ഗൈഡുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രാധാന്യവും കാലപ്പഴക്കവും ഒക്കെ അവർ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ പല പല ഭാഗങ്ങളായി തിരിച്ച് പല പല ഹാളുകളിലായി, ശീതീകരിച്ച ഹാളുകളിലായി ഇതുപോലെ പല പുരാതന വസ്തുക്കളുടെയും പ്രദർശനം ഒരുക്കിയിരിക്കുന്നു. ഇത് കാശ്മീരി ഷാൾ, കാശ്മീരി പരവതാനി, അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അതുപോലെ കോസ്റ്റ്യൂംസുമാണ് ഈ ഒരു ഹാൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇനം തിരിച്ച് ഓരോരോ ഹാളുകളിൽ പ്രത്യേകം പ്രത്യേകം ഭംഗിയായി അതിൻ്റെ ചരിത്രമടക്കം ഉൾപ്പെടുത്തി ഈ സാധന സാമഗ്രികൾ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇത് ആനക്കൊമ്പുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങളും ചിത്രപ്പണികളും കരകൗശല വസ്തുക്കളുമാണ്. ആനക്കൊമ്പുകൊണ്ട് തീർത്ത വിഗ്രഹങ്ങളുണ്ട്, ഫർണിച്ചറുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നിറയെ ആയുധങ്ങളാണ്. വാളും കുന്തവും പരിചയവും തുടങ്ങി നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആയുധങ്ങളും അത് അണിഞ്ഞു നിൽക്കുന്ന മനുഷ്യരൂപങ്ങളുമാണ് ഇവിടെ പ്രദർശനത്തിനുള്ളത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ പണ്ടുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള കൂജകൾ, ഇവയെല്ലാം പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് വളരെ അതിശയകരമായ ഒരു കാഴ്ചയായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് പെയിൻറ്റിങ്ങുകളിലേക്കാണ്. അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇലകൾ കൊണ്ടുപോലും തീർത്ത ചായങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചിത്രങ്ങൾ, അന്നത്തെ കാലത്തെ ചരിത്രവും സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്ന ചിത്രങ്ങളാണ് അടുത്ത പ്രദർശന മുറിയിലുള്ളത്. ഇനി കുറച്ച് കളിപ്പാട്ടങ്ങൾ കാണാം. പണ്ട് രാജാവിൻ്റെ കൊട്ടാരങ്ങൾ കുട്ടികൾക്കായിട്ടുണ്ടാക്കിയിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ. ചിലത് അത് മൂവ് ചെയ്യുന്നവയുണ്ട്, മൂവ് ചെയ്യാത്തവയുണ്ട്. വളരെ കൗതുകകരമായിട്ടുള്ള ഒന്നായിരുന്നു അത്. ഇത് കുറച്ച് പ്രതിമകളാണ്. പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരും സാധാരണ ജനങ്ങളും അവരുമായി ബന്ധപ്പെട്ട അവർ ധരിച്ചിരുന്നത് വേഷവും അവരുടെ സംസ്കാരമൊക്കെ വിളിച്ചോതുന്ന കൊച്ചു കൊച്ചു പ്രതിമകൾ. പിന്നീട് അങ്ങോട്ട് പലതരത്തിലുള്ള ഫർണിച്ചറുകളാണ്. ഇങ്ങനെ തീർത്താൽ തീരാത്ത വിശേഷങ്ങളുമായിട്ട്, കണ്ടാൽ തീരാത്ത കാഴ്ചകളുമായിട്ട് ഈ മ്യൂസിയം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. വെറുതെ അല്ല, ഇത്രമാത്രം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനകത്ത് കയറ്റിയത് നിങ്ങൾക്ക് മനസ്സിലായി. അവസാനമായിട്ട് നമുക്ക് പല്ലക്കുകൾ കാണാം. ഇനിയും ഒരുപാട് കാണാനുണ്ട്, കാഴ്ചകളുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്താൻ സാധ്യമല്ല. ഇത് നിങ്ങൾ നേരിട്ട് കണ്ട് തന്നെ അറിയണം. അതാണ് സാലാർ ജംഗ് മ്യൂസിയം, ഹൈദരാബാദ്.